എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്ന ഒരു സംഗതിയെക്കുറിച്ച് പറയണമെന്ന് തോന്നിയ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. വിഷയം എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. നമ്മുടെ അരളിച്ചെടി. പള്ളിപ്പാട്ടുള്ള ഒരു കുട്ടി അതിൻ്റെ പൂ ചവച്ചതിൻ്റെ പേരിലാണെന്ന് പറയുന്നു മരണപ്പെട്ടു. ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അത് ഓരോ മലയാളിയും അങ്ങനെ കാരണം അത്രയും നല്ലൊരു കുട്ടിയായിരുന്നു അത്. ആ ഫോട്ടോ കണ്ടപ്പോൾ എന്ത് ചെയ്യാനാ, സംഭവിച്ചു പോയി. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇവിടെ ഒരു സംശയം ഉദിക്കുന്നു. ഈ ശരിക്ക് അരളിപ്പൂവ് തന്നെ ആണോ കാരണമെന്ന് സ്ഥിരീകരിച്ചിട്ടില്ലല്ലോ. അതിൻ്റെ മെഡിക്കൽ പരിശോധനകൾ നടക്കുന്നതേ ഉള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞാനിത് പറയാൻ കാരണം, ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ അരളി എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യത്തെ ഇനി നാട്ടിൽ നിർത്തിയേക്കരുത് എന്നുള്ള നിലയ്ക്ക് ഉള്ള അഭിപ്രായങ്ങൾ ചിലതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ്. നമ്മൾ വിഷാംശമുള്ളതിനെയെല്ലാം അങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാനാണെങ്കിൽ ആദ്യം നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമാകേണ്ടത് പൊട്ടാസ്യം സയനൈഡാണ്. അതുപോലെ ഒതളങ്ങ ആത്മഹത്യക്ക് പലരും ഉപയോഗിക്കുന്ന സാധനമാണ്. അതുപോലെ ചേർക്കുരു, കുന്നിക്കുരു, കൊടുവേലി, അങ്ങനെ എത്രയോ സാധനങ്ങൾ വളരെ ദോഷകരമായി മനുഷ്യനെ ബാധിക്കുന്നവയുണ്ട്. പക്ഷേ ഇവയിൽ പലതും ദിവ്യമായ ഔഷധങ്ങൾ കൂടെയാണ്. ചേർക്കുരു അമൃതത്തിന് സമാനമായ ഔഷധമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് അതൊന്നും നശിപ്പിക്കണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ഈ അരളി എന്ന് പറയുന്ന സസ്യം അതിനി നിർത്തിയേക്കരുത് എന്ന് ഉദ്ബോധനം വരുന്ന ഒരവസ്ഥയിലേക്ക് കാണുന്നുണ്ട്. അതെന്താണ് അതിന് കാരണമെന്നാണ് ആലോചിക്കേണ്ടത്. ഇതത്ര വെറുക്കപ്പെടേണ്ട ഒരു സസ്യമാണോ? അല്ല. കാരണം ഇതിൻ്റെ ഇലയിലും തൊലിയിലെ വേന്മേൽ, അതായത് വേരിലെ തൊലിയിൽ നിന്നും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ചില സാധനങ്ങളും ഔഷധങ്ങൾ ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസങ്ങളെ ശക്തിപ്പെടുത്തുന്നതാണ്, ത്വരിതപ്പെടുത്തുന്നതാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, ഇതിൻ്റെ ഇല സ്ഫുടം ചെയ്തെടുത്ത് അതിൻ്റെ ഒപ്പം മറ്റു ചില മരുന്നുകൾ ചേർത്ത്, അത് ഞാൻ വിശദീകരിക്കുന്നില്ല, വിശദീകരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അത് വേറെ ചില അബദ്ധങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ടത് വിശദീകരിക്കുന്നില്ല. വേറെ ചില മരുന്നുകൾ ചേർത്ത് നിർദ്ദിഷ്ട മാത്രയിൽ, നിർദ്ദിഷ്ട അനുപാനത്തിൽ ഉപയോഗിച്ചാൽ മാറാതെ നിൽക്കുന്ന ബ്രോങ്കൈറ്റിസ് ഒക്കെ വിട്ടുമാറുമെന്ന് അതിന് ഫലശ്രുതിയുണ്ട്. അതുപോലെ തന്നെ വേന്മേൽ തൊലിയിൽ നിന്നുണ്ടാക്കുന്ന ഔഷധങ്ങൾ കൃത്യമായ മാത്രയിൽ ഉപയോഗിച്ചാൽ ശ്വാസകോശത്തെയും ഹൃദയത്തെയും അതിൻ്റെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്നതായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ അതിനൊരു മറുവശമുണ്ട്. മാത്ര അധികമായാൽ അത് അപകടകാരിയുമാവും. അപ്പോൾ അത്തരം മരുന്നുകൾ പ്രയോഗിക്കുന്ന വൈദ്യൻ മാത്രയിൽ വളരെ ശുഷ്കാന്തി ഉള്ളവനായിരിക്കണം. അത് കൃത്യമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നവൻ മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ ഔഷധ ഗുണങ്ങൾ നിലനിൽക്കുന്ന, അതുപോലെ സുശ്രുത സംഹിതയിൽ പറയുന്നുണ്ട്, അതിൻ്റെ ഇല അരച്ച് പൂച്ചാക്കി ഉപയോഗിച്ചാൽ ഉണങ്ങാത്ത വ്രണങ്ങൾ, കുഷ്ഠത്തിൻ്റെ വ്രണങ്ങൾ ഒക്കെ ശമിക്കും എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ ചില തൈലയോഗങ്ങളിൽ അതിന് വിധിയുണ്ട്. അപ്പോൾ ഇങ്ങനെ നാനാവിധമായ ഔഷധ പ്രയോഗങ്ങൾക്ക് പര്യാപ്തമായ ഒരു സസ്യത്തെ നമ്മൾ അങ്ങനെ നിഷ്കാസനം ചെയ്യേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കണം. ആ ചിന്തയിൽ നിന്നാണ് ഇന്നത്തെ ഈ വീഡിയോ ഒരു ആവശ്യമായി എനിക്ക് തോന്നിയത്. കാരണം
ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇതിനേക്കാളൊക്കെ മാരക വിഷങ്ങളായ പലതും നമ്മൾ ഔഷധത്വനെ ഉപയോഗിക്കുന്നുണ്ട്, നാട്ടിൽ നിൽക്കുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. അതൊന്നും നശിപ്പിക്കണമെന്ന് ആരും ആവശ്യപ്പെടുന്നില്ല. പിന്നെ ഇത് മാത്രം ഇല്ലായ്മ ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ എന്ന ആ ചിന്തയിൽ നിന്ന് എനിക്ക് ഉരുത്തിരിഞ്ഞ് കിട്ടിയ ഒരു സമാധാനം എന്ന് പറയുന്നത് ഇത് ഒരു ഭക്തിയുമായി ബന്ധപ്പെടുത്തി നിൽക്കുന്നത് കൊണ്ടാണ്. അതായത് ക്ഷേത്ര ആരാധനയിൽ ഒരു ഘടകമായി മാറിയിരിക്കുന്നു ഈ അടുത്ത കാലത്ത്. കുറച്ചു മുമ്പ് വരെ ക്ഷേത്ര ആരാധനകളിൽ അല്ലെങ്കിൽ ആരാധനയ്ക്കെടുക്കുന്ന പുഷ്പങ്ങളിൽ അരളിപ്പൂവില്ലായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് അരളി സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ സംക്രമണമാണ്. തമിഴ്നാട്ടിലെ കഥ നമുക്കറിയാം. അതായത് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ളൊരു കഥയുണ്ട്. കഥയാണോ കാര്യമാണോ എന്ന് എനിക്ക് നിശ്ചയമില്ല, വെറും കഥയായിട്ട് എടുത്താൽ മതി. ഒരു മനുഷ്യൻ ഒരു ആട്ടുകല്ല് വാങ്ങിയിട്ട് തലയിൽ വെച്ച് ഇങ്ങനെ ചുമന്നുകൊണ്ട് പോവുകയാണ്. കൂടെ ഒരാളുണ്ട്, അയാളുടെ കയ്യിൽ അതിൻ്റെ കുഴവിയുമുണ്ട്. ഇവരിങ്ങനെ നടന്നു പോകുന്ന കൂട്ടത്തിൽ ക്ഷീണിച്ച് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ആ തണൽ കണ്ടെടുത്ത് ഈ ആട്ടുകല്ല് ഇറക്കി വെച്ചു. മറ്റേ കുഴവി അതിൻ്റെ കുഴിയിലിട്ടു വെച്ചിട്ട് ഇവർ ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് വിശ്രമിച്ചിട്ട് പോകാമെന്ന് കരുതിയിട്ട് അവിടെ ആ പ്രദേശത്ത് കുറച്ച് നടന്ന് ജലസ്രോതസ് കണ്ടെത്തി കുടിച്ച് മുഖമൊക്കെ ഒന്ന് കഴുകി കുറച്ച് സമയമെടുത്ത് വിശ്രമിച്ച് തിരിച്ചു വന്നപ്പോൾ ഈ ആട്ടുകല്ല് പൂജിക്കപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. അതായത് സ്വയംഭൂ ശിവലിംഗമായിട്ട് അതങ്ങ് മാറി, പെട്ടെന്ന് പൂജിക്കപ്പെടുന്ന അവസ്ഥയിലെത്തി എന്ന് പറഞ്ഞതുപോലെ ഈശ്വര ആരാധനയ്ക്ക് എന്ന പേരിൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന എന്ത് വസ്തുവും നമ്മൾ സ്വീകരിക്കുന്നു. അതായത് ഇറച്ചിയൊക്കെ വറുത്തതിൻ്റെ ബാക്കി എണ്ണ കെമിക്കൽ ചേർത്ത് ഒരു പരുവത്തിന് നിറം പിടിപ്പിച്ച് ഇങ്ങോട്ട് അയക്കുമ്പോഴേക്ക് നമ്മളത് വാങ്ങിച്ച് ക്ഷേത്ര ശ്രീകോവിലിൽ തന്നെ കത്തിക്കുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു പരിതസ്ഥിതിയിൽ സംക്രമിച്ചതല്ലേ അരളിപ്പൂവിൻ്റെ ഈ ക്ഷേത്രപ്രവേശം എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇനി ഇവിടെ അത് ഭക്തിയും ഇതും ഒക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ ഈശ്വരാരാധനയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് കൂടി ഇത്തരണത്തിൽ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ദേവീപ്രീതിക്ക് വേണ്ടി കോഴിയെ വെട്ടുന്നു, ചിലടത്ത് ആടിനെ വെട്ടുന്നു, ചിലടത്ത് പോത്തിനെ വെട്ടുന്നു. എന്തിനാ? അമ്മയുടെ പ്രീതിക്ക് വേണ്ടി. സകല ചരാചരങ്ങളുടെയും മാതാവാണ് കാളി അഥവാ ദേവി എന്നാണ് ഭാരതീയ സങ്കല്പം. ആ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി അമ്മയുടെ ഒരു കുഞ്ഞിൻ്റെ കഴുത്ത് മുറിച്ച് രക്തമൊഴുക്കി കൊടുക്കുന്ന ആ അതിബുദ്ധി, അതിന് മറ്റെന്ത് പറയാനാ, അത് നിലനിൽക്കുന്നു. അപ്പം നമുക്ക് ചിന്തിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ ഇതിലുണ്ട്. അതുപോലെ മറ്റൊന്ന്, ഈ അരളിപ്പൂവിന് വിഷാംശമുണ്ട്, ശരി തന്നെയാണ്. ആ വിഷാംശത്തെ മാറ്റിയെടുത്താൽ പൂവല്ല, അതിൻ്റെ ആ ചെടിയുടെ ഇലയും വേരും ഒക്കെ ഔഷധങ്ങളുമാണ്. അത് കൈകാര്യം ചെയ്യാൻ അറിയുന്ന വൈദ്യനെ സംബന്ധിച്ചിടത്തോളം അത് ഔഷധങ്ങളാണ്. പക്ഷെ പൂജയ്ക്ക് ആചാര്യ നിർദ്ദേശം അനുസരിച്ചുള്ള ഏതെങ്കിലും ഒരു പൂവ് ഉപയോഗപ്പെടുത്താൻ മലയാളിക്ക് കഴിയുന്നുണ്ടോ? ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. അരളിപ്പൂവ് സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാം. മറ്റ് പൂക്കളെല്ലാം എടുക്കുന്നുണ്ടല്ലോ, അതിലേതെങ്കിലും പൂവാണോ ശരിക്ക് വിധിച്ചിട്ടുള്ളത്? എന്താണ് പൂവിൻ്റെ ഉപയോഗം പ്രകൃതിയിൽ? ഒന്ന്, വംശവർദ്ധനവിന് വേണ്ടി, വിത്തുൽപാദനത്തിന് വേണ്ടി ആദ്യത്തെ ഒരു ഘട്ടമാണ് പൂക്കൾ. അതിന് നമ്മൾ ചിന്തിക്കാത്ത മറ്റൊരു വശം കൂടെയുണ്ട്. അതായത് പ്രകൃതിയിൽ സ്വാഭാവികമായി ചില മാലിന്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരും. അവയുടെ ദുർഗന്ധം നിലനിൽക്കും. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ദുർഗന്ധം മനുഷ്യർ സൃഷ്ടിക്കുന്നുണ്ട് പ്രകൃതിയിൽ പല വിധത്തിൽ. അപ്പം ഇതിൻ്റെ പരിഹാരാർത്ഥം പ്രകൃതി തന്നെ ഒരുക്കിയ ഒരു സംവിധാനമല്ലേ പൂക്കൾ? ആ ദുർഗന്ധ പരിഹാരത്തിന് വേണ്ടി പ്രകൃതി ഒരുക്കിയ ഒരു സംവിധാനമല്ലേ പൂക്കൾ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്? ഈശ്വരാരാധനയുടെ പേരിൽ എന്താ ചെയ്യുന്നത്? ലക്ഷാർച്ചന, ദശലക്ഷാർച്ചന, കോടി അർച്ചന, ദശകോടി അർച്ചന, ഇതൊക്കെ വരുമ്പോഴേക്ക്
ലോഡ് കണക്കിന് പൂവ് കൊണ്ടുവന്നിട്ട് വാരി എറിഞ്ഞ് അഴുക്കി കളയുമ്പോൾ അത് പ്രകൃതിയിൽ സുഗന്ധം പരത്തേണ്ടിയിരുന്ന ആ പൂക്കൾ കൂട്ടിയിട്ട് അഴുക്കി അതിൽ നിന്ന് ദുർഗന്ധം പ്രസരിപ്പിക്കുന്ന നമ്മുടെ ആ ബുദ്ധി, ആ കുറുക്ക് വഴിയാണത്. പെട്ടെന്ന് ദൈവത്തിനെ പ്രീതിപ്പെടുത്താനുള്ള വഴി അതാണ്. ദശലക്ഷ അർച്ചനയും അത് കോടി അർച്ചനയും ഒക്കെ വരുന്നത്. പക്ഷെ അതിൻ്റെ മറുവശം ഇതല്ലേ? ഏത് ദൈവത്തിനവിടെ നമ്മെ അനുഗ്രഹിക്കാനും അതിനുള്ള സന്തോഷം ഉണ്ടാക്കാനും കഴിയും? ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എന്നാൽ ദേവതാ അർച്ചനയ്ക്ക്, ഈശ്വര അർച്ചനയ്ക്ക് ആവശ്യമായ അനുയോജ്യമായ കുറച്ച് പൂക്കളെ കുറിച്ച് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് ഒരാളും അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. അറിയാവുന്ന പലരുമുണ്ട്, പക്ഷെ അവരാരും അറിയാത്തവർക്കും അറിയേണ്ടവർക്കും പറഞ്ഞു കൊടുക്കുന്നില്ല. അതാണ് ഇന്ന് നമുക്ക് ഈ നിലനിൽക്കുന്ന അപചയത്തിനൊരു കാരണം. ഏതൊക്കെയാണ് ആ പൂക്കൾ നമുക്കൊന്ന് നോക്കിയിട്ട് അതിൻ്റെ ബാക്കിയെക്കുറിച്ച് ചിന്തിക്കാം. ആചാര്യൻ പറയുന്നു, അഹിംസ പ്രഥമം പുഷ്പം, പുഷ്പമിന്ദ്രിയ നിഗ്രഹ, സർവഭൂതദയാ പുഷ്പം, ക്ഷമാപുഷ്പം വിശേഷത, ശാന്തിപുഷ്പം തപപുഷ്പം, ധ്യാനപുഷ്പം തഥൈവ ച, സത്യമഷ്ടവിധം പുഷ്പം വിഷ്ണോ പ്രീതികരം ഭവേത്. 8 വിധ പൂക്കളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിൽ ഒരെണ്ണമെങ്കിലും അർച്ചിക്കാൻ കെൽപ്പുള്ള എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? അതിന് പകരം പ്രകൃതിയുടെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടി ഈശ്വരനാൽ സൃഷ്ടിക്കപ്പെട്ട പൂക്കളെ പറിച്ചിട്ട് വിപരീത ഭാവത്തിൽ അഴുക്കി നാറ്റിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് നമുക്ക് എന്താ വിശേഷമുള്ളത്? ക്ഷേത്രങ്ങൾ, വിഗ്രഹാരാധന ഒന്നും ഞാൻ തള്ളിപ്പറയുന്നല്ല, അതൊക്കെ ആവശ്യമാണ്, ഒരു പരിധിവരെ ആവശ്യമാണ്. കാരണം ഒരു പ്രത്യേക തലത്തിലേക്ക് മനുഷ്യ മനസ്സിനെ നയിച്ച് കൊണ്ടുപോകാൻ അവയ്ക്കൊക്കെ പ്രാപ്തിയുണ്ട്. അത് അനേക ഉദാഹരണങ്ങളിലൂടെ തെളിഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ആ തലത്തിൽ മാത്രം നിന്നാൽ പോരാ. ആ തലത്തിനപ്പുറത്തേക്ക് പോകണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൂടി അറിയണം. ഇത്തരം കാര്യങ്ങൾ അറിയിക്കുന്നില്ല. അത് ഹൈന്ദവ സമൂഹം നേരിടുന്ന വലിയ പ്രശ്നങ്ങളിലൊന്നാണ്. അതായത് ഞാനത് ഒരു കാര്യം തുറന്നു പറഞ്ഞാൽ, പൂജാരി, ആ വാക്കിനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. പൂജ, അരി, പൂജാരി. ആ പൂജാരി പുരോഹിതനാവണം. പുരാഹിത, മുൻപോട്ട് നയിക്കാൻ കെൽപ്പുള്ളവൻ ആവണം. പൂജാരിയിൽ നിന്ന് പുരോഹിതനിലേക്ക് ഉയരണം. അങ്ങനെ ആ ഒരു സംവിധാനമാണ് നമുക്ക് ഇല്ലാത്തത്. അതിൻ്റെ പരിണത ഫലമാണ് ഇതിവിടെ പറഞ്ഞ പൂക്കളിൽ ആദ്യത്തേത് അഹിംസ. അഹിംസ പരമോധർമ്മ എന്നാണ് ശാസ്ത്രം. അതായത് എന്താ, അതിന് യോഗശാസ്ത്രം അതിനൊരു വിശദീകരണം കൊടുത്തിട്ടുണ്ട് അഹിംസയ്ക്ക്. എന്താണ്? കർമ്മണ മനസാ വാച സർവഭൂതേഷു സർവധാ അക്ലേശ ജനനം പ്രോക്തം അഹിംസാത്വേന യോഗി. അതിന് കൊടുത്തിരിക്കുന്ന നിർവചനം അങ്ങനെയാണ്. 3 കാരണങ്ങളാലും, അതായത് വാക്ക്, ചിന്ത, പ്രവൃത്തി, ഈ മൂന്ന് കൊണ്ടും മറ്റ് ജീവജാലങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കാതെ ഇരിക്കാൻ കഴിയുന്ന അവസ്ഥയാണ് അഹിംസ. അപ്പോൾ ഇവിടെ ഒരു സംശയം വരാം. ആക്രമിക്കപ്പെട്ടാൽ എന്ത് ചെയ്യണം? ആക്രമിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കണം, അല്ലെങ്കിൽ അടിച്ചോടിക്കണം. കാരണം എന്താ? അതും അഹിംസ ആചരണത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് അഹിംസ ആചരിക്കാൻ കിട്ടിയിട്ടുള്ള ഏറ്റവും അനുയോജ്യവും ഉപയുക്തവുമായ ഉപകരണം നമ്മുടെ ശരീരമാണ്. അതുപോലെ നമ്മെ ആശ്രയിച്ച് നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, അമ്മമാർ, വൃദ്ധജനങ്ങൾ, മറ്റ് അവശത അനുഭവിക്കുന്ന ആളുകൾ, ഇവരുടെയൊക്കെ സംരക്ഷണവും നമ്മുടെ ചുമതലയാണ്. അവരുടെ ആ സംരക്ഷണം നമ്മുടെ അഹിംസ പാലനത്തിൻ്റെ ഒരു ഭാഗമായി കാണാം. അങ്ങനെ കാണണം. അങ്ങനെ കാണുമ്പോൾ അവർക്ക് ഉപദ്രവകരമായി വരാവുന്നതിനെയൊക്കെ തടയുക എന്നുള്ളത് ആ അഹിംസ പാലനത്തിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ അഹിംസ എന്ന് പറയുന്ന അതാണ്. പിന്നെ എന്താ? അഹിംസ പ്രഥമം പുഷ്പം, പുഷ്പം ഇന്ദ്രിയ നിഗ്രഹ. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഒന്ന് വിശദീകരിക്കാൻ ഇപ്പോൾ സമയമില്ല, പിന്നീട് എപ്പോഴെങ്കിലും അതാവാം. അപ്പം ഇങ്ങനെ ഈ തരത്തിൽ പോകുന്ന 8 വിധ പൂക്കളെ കുറിച്ച് ആചാര്യന്മാർ പറയുന്നു. ഈ 8 വിധ പൂക്കളിൽ ഏതുകൊണ്ട് ആരാധിച്ചാലും
അത് വിഷ്ണുവിന് പ്രീതികരമാണ്. വിഷ്ണു എന്ന് പറയുമ്പോൾ സർവ്വദേവതാ സങ്കല്പങ്ങളുടെയും ഒരു പ്രതിബിംബം എന്നുള്ള നിലയിൽ പറയാം. കാരണം എന്താ, സർവ ആചരണങ്ങളും പൂജകളും ആരാധനകളും കേശവനിലെത്തുന്നു എന്നാണ്. അപ്പോൾ വിഷ്ണു എന്ന് പറയുന്നത് സർവ്വദേവതാമയമാണ്. ആ വിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട പൂക്കളാണ് ഈ പറഞ്ഞ 8 നമ്മൾ ഇതിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുകയും അത് നമ്മുടെ തലമുറകൾക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. ആർക്കെങ്കിലും അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ബുദ്ധിമുട്ടിൻ്റെ കാര്യമില്ല. ചിന്തിച്ചാൽ മനസ്സിലാവും ഇത് ബുദ്ധിമുട്ടിൻ്റെ പ്രശ്നമല്ല. ഇവിടെ നമുക്ക് സംഭവിച്ചത് എന്താ? ഉപനിഷത്ത് പറയുന്നു, അവിദ്യായ മന്ദരേ വർത്തമാന സ്വയം ധീര പണ്ഡിതം മന്യമാന ജംഘന്യമാനാഹ പര്യന്തി മൂഢ അന്ധേന ഇവ നീയമാന യഥാന്ത. അതിനെ മഹാകവി മറ്റൊരു തരത്തിൽ ലളിതവൽക്കരിച്ചിട്ടുണ്ട്. എന്താ? മുമ്പേ ഗമിച്ചീടിന ഗോവു തൻ്റെ പിമ്പേ ഗമിക്കും ബഹു ഗോക്കളെല്ലാം. ആ ഒരു തലത്തിലാണ് ഇന്ന് ഹൈന്ദവ സമൂഹത്തിൻ്റെ പോക്ക്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അധികം എൻ്റെ വീഡിയോകൾക്ക് വളരെ കുറച്ച് ആളുകളെ കാണുന്നുള്ളൂ. പക്ഷെ ആ കാണുന്ന ആളുകളെങ്കിലും അതൊന്ന് ചിന്തിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണം എന്നുള്ള ഒരു അഭ്യർത്ഥനയോടെ നിർത്തട്ടെ. ഞാൻ എൻ്റെ വീഡിയോകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇങ്ങനെയൊന്നും ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. അതിപ്പോഴും ആവശ്യപ്പെടുന്നില്ല. അത് ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി. പക്ഷേ ഇത് മനസ്സിലാവുന്ന ആളുകൾ അതൊന്ന് ചിന്തിക്കുകയും വിലയിരുത്തുകയും അതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിക്കുകയും തലമുറകൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ കഴിയുമെങ്കിൽ അതും ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു അഭ്യർത്ഥനയോടെ തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം.